നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടുജോലിക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന തൊഴിലുടമകൾക്ക് പിഴയും വിലക്കും ഏർപ്പെടുത്തുമെന്ന് സൗദി. ഇത് സംബന്ധിച്ച പുതിയ നിയമം പാസാക്കിയതായി മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. തൊഴിലുടമയും ഗാർഹിക തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ പുതിയ നിയമം കൊണ്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തൊഴിലുടമ വീട്ടുകാരുടെ അവകാശങ്ങൾ ലംഘിച്ചാൽ 20,000 റിയാൽ വരെ പിഴയും 3 വർഷത്തേക്ക് റിക്രൂട്ട്മെന്റ് വിലക്കും ഏർപ്പെടുത്തും. ചില സന്ദർഭങ്ങളിൽ ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിച്ച് UAE. ഗുരുതരമായ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് 3 വർഷത്തേക്ക് റദ്ദാക്കും. സസ്പെൻഷൻ കാലയളവിൽ വാഹനമോടിക്കുന്നവരുടെ ശിക്ഷയും വർദ്ധിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഫെഡറൽ ട്രാഫിക് നിയമങ്ങളിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കി. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിയമത്തിൽ മാറ്റം വരുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. കോടതി, ലൈസൻസിംഗ് അതോറിറ്റിയോ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത ശേഷവും ഒരു വ്യക്തി വാഹനമോടിച്ചാൽ ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കും. പ്രതിക്ക് 3 മാസം വരെ തടവോ കുറഞ്ഞത് 10,000 ദിർഹം പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷയോ ലഭിക്കാം. ചെക്ക് കേസ് അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാൻ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തി ഷാർജ പോലീസ്. എമിറേറ്റ്സിലെ ഏത് പോലീസ് സ്റ്റേഷനുകളിലും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്യാം. ഇതിനായി സെൻട്രൽ ഓഫീസ് ഇനി മുതൽ ജനങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ലെന്നും ഷാർജ പോലീസ് വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ രേഖകൾ സഹിതമാണ് ജനങ്ങൾ പരാതികൾ നൽകേണ്ടത്. പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കുവൈത്തിൽ പരസ്യ നിയമങ്ങളിൽ വരാനിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ. പരസ്യ നിയമങ്ങളിൽ പുതിയ ഭേദഗതികൾ വരുത്തുന്നതിനുള്ള സമഗ്ര പഠനം പൂർത്തിയാക്കിയ കുവൈത്ത് മുനിസിപ്പാലിറ്റി പരിഷ്കരിച്ച കരട് അന്തിമ അംഗീകാരത്തിനായി മുനിസിപ്പൽ കൗൺസിലിന് കൈമാറാൻ ഒരുങ്ങുകയാണ്. ഭേദഗതിയിൽ പുതിയ പിഴകൾ, സാങ്കേതിക നിർവചനങ്ങൾ, പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ എന്നീ സുപ്രധാന മാറ്റങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ സാമൂഹിക പരിപാടികൾ പ്രോത്സാഹിപ്പിച്ചാലോ ലൈസൻസ് പുതുക്കാതിരുന്നാൽ വ്യക്തികളോ കമ്പനികളോ 100 കുവൈത്ത് ദിനാർ മുതൽ 500 കുവൈത്ത് ദിനാർ വരെയും പിഴയടക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.